ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുന്നുണ്ട്. ഹാഷ്മി, അവിടെ നിന്ന് പുതിയ പ്രതികരണങ്ങളുണ്ടോ? നേരത്തെ തടി കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഹാഷ്മി തന്നിരുന്നു. ആ വാഹന ഉടമയുടെ സഹോദരൻ അത് സ്ഥിരീകരിക്കുന്നു. അവിടെ നാട്ടുകാരന്റെ പ്രതികരണം ലഭ്യമാക്കിയിരുന്നു. പുതിയ വിവരങ്ങളുണ്ടോ ഹാഷ്മി? അതുതന്നെയാണ് ഇപ്പോൾ അതെന്തായാലും സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലീസിലേക്ക് അറിയിക്കുന്നു. പോലീസ് എത്തി ആ തടിയാണ് ഈ തടി എന്നുള്ള പ്രൊസീജിയർ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു അനിശ്ചിതത്വം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ തടി തന്നെയാണെന്ന് പറയുന്നു. മനാഫിൻ്റെ ബന്ധുവും മാത്രമല്ല ഇവിടെ അത് തിരിച്ചറിഞ്ഞ് ഇന്ത്യാസ് എന്ന ആളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത് സ്ഥിരീകരിക്കുന്നു. ആ ലോറിയിൽ നിന്ന് കെട്ടഴിഞ്ഞ് പോയത് തന്നെയാണ്. ആ ലോറിയിലെ തടിഭാരം ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നു. ഉന്മേഷ്, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നടക്കുന്ന ഈ ഡ്രോൺ പരിശോധനയുടെ ഏറ്റവും പ്രധാനമായൊരു വശം അത് ഈ ലോറി ഉയർത്തുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ ലോറിയുടെ കിടപ്പോ ഘടനയോ സംബന്ധിച്ചൊന്നും അല്ല എന്ന് തോന്നുന്നു. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് ഈ ദൗത്യത്തിന് തന്നെ മുന്നോട്ടുള്ള ഗതിവേഗത്തെ നിർണ്ണയിക്കുന്ന ഡേറ്റയാകും ഇപ്പോൾ ഈ ഡ്രോൺ പരിശോധന ലഭ്യമാവുക. എന്ന് പറഞ്ഞാൽ ഇതിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നത് തന്നെയാണ് പ്രധാന പരിശോധന. ഉന്മേഷ്, മനുഷ്യ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഒരു പ്ലാൻ അതിനുള്ളിൽ അർജുൻ ഇല്ല എന്നാണെങ്കിൽ ഈ റഡാറിന്റെ പരിശോധനാ റിപ്പോർട്ടെങ്കിൽ മറ്റൊരു പ്ലാൻ എന്ന തരയ്ക്ക് തന്നെയാണ്. ഉറപ്പായും ആദ്യ പ്ലാൻ വെച്ചാണെങ്കിൽ പിന്നെ ദ്രുതഗതിയിൽ കാര്യങ്ങൾ അതിവേഗം മുന്നോട്ടേക്ക് നീങ്ങും. ഇതിൽ മനുഷ്യ സാന്നിധ്യമില്ല എന്ന രീതിയിലുള്ള സ്കാനർ എന്ന ഡ്രോൺ റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ ആ ദൗത്യം ഏത് രീതിയിൽ മുന്നോട്ട് നീങ്ങുമെന്ന കാര്യത്തിൽ അറിയില്ല. പിന്നെ അത് ഇപ്പം മുന്നോട്ട് പോകുന്ന ഗതിവേഗം ആ ദൗത്യത്തിന് ഉണ്ടാകുമോ എന്ന കാര്യം അറിയില്ല. എന്തായാലും മനുഷ്യ സാന്നിധ്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് ആഗ്രഹം, പ്രതീക്ഷ. കാര്യം നമ്മൾ 10 ദിവസമായി അർജുൻ്റെ കുടുംബത്തിനും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒക്കെ അത്തരത്തിലൊരു വിവരം കൊടുക്കാൻ നമ്മൾ ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ്. പക്ഷേ ഈ ഡ്രോൺ ഇറങ്ങി താഴേക്ക് പോയി അതിൻ്റെ സിഗ്നലുകൾ കേന്ദ്രീകരിച്ച ഡ്രോൺ ഇപ്പോൾ വെള്ളത്തിനടിയിലേക്ക് പോകുന്നില്ല. ഉന്മേഷ്, ഇപ്പോൾ ജനോബലത്തിൽ തന്നെയാണ്. അവിടെ നിന്നുകൊണ്ട് അതിൻ്റെ സിഗ്നലുകൾ ക്രോഡീകരിച്ചുകൊണ്ട് ഇതിൻ്റെ ക്യാബിനിലേക്ക് അതിൻ്റെ സിഗ്നലുകൾ എത്തുകയും ആ ക്യാബിനുള്ളിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട പരിശോധനയാണ് ഇപ്പോൾ ഇനി വരും മണിക്കൂറുകളിൽ ആ ഡ്രോണിൽ നിന്ന് കിട്ടേണ്ടത്. അത് കാത്തിരിക്കുന്നു നാവികസേന ദൗത്യ സംഘം, അത് കാത്തിരിക്കുന്നു എല്ലാവരും, അത് കാത്തിരിക്കുന്നു ജില്ലാ ഭരണകൂടം അടക്കം ഉത്തരകന്നഡ ഭരണകൂടം ഒന്നാകെ അത് കാത്തിരിപ്പാണ്. ഇന്നലെ നമ്മൾ ഫോണുമായി അങ്ങോട്ടേക്ക് പോകരുത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ ഇന്ദ്രപാൽ അങ്ങോട്ടേക്ക് റിട്ടയർഡ് മേജർ ഇന്ദ്രപാൽ അങ്ങോട്ടേക്ക് കയറി പോകുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഇന്ന് 3 മണി വരെ എന്നെ ഫോണിൽ വിളിക്കരുതെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഫോണിലേക്ക് അടിക്കുന്ന കോൾ പോലും അതിൻ്റെ സിഗ്നലിനെ ബാധിച്ചേക്കാം. അത്രത്തോളം സൂക്ഷ്മത്തോളം ഫ്രജൈലായ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. ഹാഷ്മി, ഇപ്പോൾ ആ തടിയുടെ ദൃശ്യങ്ങൾ അതുകൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ തടിയുടെ ദൃശ്യങ്ങൾ തുടർന്നുള്ളൂ ഹാഷ്മി. അതെ, ഉറപ്പായും ഉന്മേഷ്, അതിനു മുമ്പുള്ള ആ തടിയുടെ ഒരു ചിത്രം കൂടി പ്രേക്ഷകരെ കാണിക്കാമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഉള്ള തടി ദൃശ്യങ്ങളും എന്ന് പറഞ്ഞാൽ ഈ തടി ഈ വണ്ടിയിലേക്ക് ലോഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ചിത്രമാണ് ആദ്യം വെച്ചത്. ഇപ്പോൾ കണ്ടെത്തിയ തടിയുടെ ദൃശ്യങ്ങളും. അപ്പോൾ ഈ തടി ലോഡ് ചെയ്തതിൽ ഈ P1 PY എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. അത് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ട തടിയാണ് അതിനുള്ളിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. P1 P2 എന്ന് പറഞ്ഞ തടിയാണ്. ഏറ്റവും ഒടുവിൽ ഇന്ദ്രപാലൻ സാറിൽ നിന്ന് വരുന്ന അപ്ഡേറ്റ് ഷിരൂർ ലാൻഡ്സ്ലൈഡ് 2 PM 10 passes completed. Strong reflected signals with a distinct metallic signature captured at CP. ഒന്നുകൂടെ വായിക്കാം. Update ഷിരൂർ ലാൻഡ്സ്ലൈഡ് 2 PM 10 passes completed. Strong reflected signals with a distinct metallic signature captured at CP1 എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ 10 തവണ ഇതിന്റെ പരിശോധനകൾ കംപ്ലീറ്റ് ആക്കി എന്നുള്ളതാണ്. അതിൽ നിന്നും സ്ട്രോങ് റിഫ്ലക്റ്റഡ് സിഗ്നൽസ് വിത്ത് ഡിസ്റ്റിങ്ക്ട് മെറ്റാലിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കട്ടിയുള്ള ഒരു മെറ്റാലിക് സിഗ്നേച്ചർ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ലോറിയുടേതെന്ന് കരുതപ്പെടുന്ന സിഗ്നൽ കിട്ടി എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ സിഗ്നൽ അനാലിസിസ് നടക്കേണ്ടതുണ്ട്. അതിൻ്റെ ആ ഡേറ്റ കൃത്യമായി തന്നെ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ആ ഡേറ്റയിലാണ് ഇതിൻ്റെ മനുഷ്യ സാന്നിധ്യം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്താൻ കഴിയുക. ഇപ്പോൾ തുടരുകയാണ്. അത് അവസാനിച്ചിട്ട് 10 ഇപ്പോൾ ഷഫീദ് അത് അറിയിക്കുന്നുണ്ട്. അടുത്ത ഘട്ട ഡ്രോൺ പരിശോധന ആരംഭിച്ചു എന്നുകൂടി ഷഫീദ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തൽ നിർണായക സിഗ്നൽ ലഭിച്ചു. ലോഹ സാന്നിധ്യം ഡ്രോൺ പരിശോധനയിലും ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു എന്നാണ് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന സംശയങ്ങൾ അത് ഒരിക്കൽ കൂടി ഉറപ്പിക്കപ്പെടുന്നു. ശക്തമായ ലോഹ സാന്നിധ്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡ്രോൺ പരിശോധനയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എസ് വിജയകുമാറിലേക്ക് പോകുന്നു. വിജയകുമാർ, അപ്പോൾ ഡ്രോൺ പരിശോധനയുടെ ഫലങ്ങൾ കൂടി വരുമ്പോൾ ആ കണ്ടെത്തലുകൾ ഒന്നുകൂടി ഉറപ്പിക്കപ്പെടുന്നു.
അതിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഈ ഭാഗത്ത്, അതായത് ഇന്നലെ നാവികസേനയുടെ സോണാർ സിഗ്നൽ ലഭിച്ച അതേ ഭാഗത്ത് ഒരു കനത്ത മെറ്റാലിക് സാന്നിധ്യം, ഒരു ലോഹ സാന്നിധ്യമുണ്ട് എന്ന് ഇപ്പോൾ ഈ ഡ്രോൺ പരിശോധനയിലും ഉറപ്പിക്കുകയാണ്. നമുക്കിനി അറിയേണ്ടത് ഈ ഡ്രോൺ കുറച്ചുകൂടി വെള്ളത്തിലേക്ക് ഇറക്കി, ആഴത്തിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന. ഷഫീദ് റാവുത്തർ തന്നെ ചേരുന്നുണ്ട്. നമുക്ക് ഷഫീദിനോട് അതിന് വിശദാംശങ്ങൾ തേടാം. ഷഫീദ്, എന്താണ് ഈ പരിശോധനാ ഫലം? 2 മണിക്കൊടുവിൽ നൽകുന്ന, അതായത് ഇന്ദ്രബാലൻ സാർ നൽകുന്ന വിവരമാണത്. അത് ഔദ്യോഗികമായി നമുക്ക് സ്ഥിരീകരിക്കുകയും ചെയ്യും. അതായത് ഒരു ലോഹ സാന്നിധ്യം ഡ്രോൺ പരിശോധനയിലും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10 പാസുകളാണ് ഡ്രോൺ നടത്തിയത്. ഡ്രോൺ പരിശോധന ബന്ധപ്പെട്ട് 10 പാസുകൾ, അതായത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അടക്കം 10 പാസുകൾ നടത്തി എന്നുള്ള കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നുണ്ട്. 10 പാസസ് കംപ്ലീറ്റഡ്. അതേപോലെ തന്നെ സ്ട്രോങ് റിഫ്ലക്റ്റഡ് സിഗ്നൽസ് എന്നുള്ള കാര്യമാണ് അറിയിക്കുന്നത്. അതായത് ഒരു കാര്യമായ സിഗ്നൽ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. വിത്ത് ഡിസ്റ്റിങ്ക്ട് മെറ്റാലിക് സിഗ്നേച്ചർ ക്യാപ്ചേർഡ് എന്നുള്ളതാണ് ഔദ്യോഗികം അറിയിക്കുന്നത്. അതായത് ലോഹ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരു ദൂരരീതി അല്ലെങ്കിൽ ഒരു നേരിയ രീതിയിലാണെങ്കിൽ കൂടി ലോഹ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നു എന്നുള്ളത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വിവരമാണ്. അടുത്ത ഘട്ട പരിശോധനയ്ക്ക് ഡ്രോൺ പറത്തി തുടങ്ങിയിട്ടുണ്ട്, ഡ്രോൺ ആരംഭിച്ചിട്ടുണ്ട്. അത് അതിക്ക് കുറുകെ നേരത്തെ നമ്മൾ പറഞ്ഞ ലോഹ സാന്നിധ്യം കണ്ട സ്ഥലത്ത് വീണ്ടും വീണ്ടും പരിശോധന നടത്തും. തുടർന്ന് ഈ പരിശോധനകൾ ഒരു ഡീപ് സിഗ്നൽ കിട്ടുന്നത് വരെ പരിശോധന തുടരും എന്നും റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ സാർ അറിയിക്കുന്നുണ്ട്. ഏതായാലും വളരെ നിർണായകമായ ഒരു നീക്കം ഈ ഡ്രോൺ പരിശോധനയിൽ നടക്കുന്നു. ഈ ഡ്രോൺ പരിശോധനയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2 മണിക്ക് അപ്ഡേറ്റ് ചെയ്ത വിവരം, 2 മണിക്ക് കിട്ടിയ ഡീകോഡ് ചെയ്ത വിവരമാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ. അതായത് നേരത്തെ കണ്ട സോണാർ പരിശോധനയിലും റഡാർ പരിശോധനയിലും സൈന്യം കണ്ടെത്തിയ അതേ സ്ഥലത്ത് ഡ്രോൺ പരിശോധനയിലും ഇതുമായി ബന്ധപ്പെട്ട് ലോഹ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു ഡീപ് സിഗ്നൽ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കണം എന്നുള്ളതാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതിനു വേണ്ടിയിട്ടുള്ള തുടർ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശിരൂരിൽ ഈ അപകടം നടന്ന സ്ഥലത്ത് നദിക്ക് കുറുകെ നമ്മുടെ പ്രിയപ്പെട്ട അർജുനും ട്രക്കുമുണ്ടെന്ന് നമ്മൾ സൂചന ലഭിച്ച സ്ഥലത്തിന് മുകളിൽ ഡ്രോൺ വീണ്ടും പറന്നുറങ്ങിയിരിക്കുന്നു. ഡീപ് സിഗ്നലുകൾ ആവശ്യമാണ്. ഡീപ് സിഗ്നലുകൾ കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ശരി ഷഫീദ് നൽകുന്ന ഏറ്റവും പുതിയ വിവരം, ഡ്രോൺ പരിശോധനയിലും അവിടെ ലോഹ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ഘട്ട പരിശോധനയ്ക്കായി അവിടെ ഡ്രോൺ പറത്തൽ ആരംഭിച്ചു എന്ന് കൂടി ഷഫീദ് അറിയിക്കുന്നുണ്ട്.